ഹലോ, ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടാണ്. പെരുംജീരകമൊക്കെ നമ്മൾ സാധാരണ പൊടിച്ച് വെക്കുന്നതാണ്. ഞാനിവിടെ പെരുംജീരകവും ജീരകവും പട്ടയെല്ലാം സെപ്പറേറ്റ് പൊടിച്ച് വെക്കുന്നതാണ്. എന്നിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പെരുംജീരകം പൊടിച്ച് വെക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പം നല്ല കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും, അതുപോലെ നല്ലൊരു ടേസ്റ്റ്. ഇത് ഹോട്ടലിലൊക്കെ കറികളുടെ അതേ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനായിട്ട് ഇപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ ഒരു 50 ഗ്രാം നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും പെരുംജീരകം പാനിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പം നമുക്കതിനകത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇനി അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ല ഒരു 8-10 കാഷ്യൂനട്ടാണ് കേട്ടോ. കാഷ്യൂനട്ട് എണ്ണ കൂട്ടിയിട്ടതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ല നമ്മൾ വെക്കുന്ന കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാഷ്യൂനട്ട് ചേർക്കുന്നത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കിട്ടും. പിന്നെ നമ്മൾ ഇട്ടെടുക്കുന്നത് ഒരു 2 ഏലക്കായിട്ട്. ഇത് 50 ഗ്രാം പെരുംജീരകമുള്ളേ, അതുകൊണ്ടാണ് ഞാൻ 2 ഏലക്ക ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. 50 ഗ്രാമിന് ധാരാളം മതിയാകും 2 ഏലക്ക. പിന്നെ ഇട്ടെടുക്കുന്നത് 1 സ്പൂൺ കുരുമുളകാണ്. കുരുമുളക് ഞാൻ വേറെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഈ പൊടിയുടെ കൂട്ടത്തിൽ കുരുമുളകും കൂടി പൊടിച്ച് വെക്കുന്നതാണ്. അപ്പോൾ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കിട്ടും. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി എക്സ്ട്രാ ചേർക്കാമല്ലോ. പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ഗ്രാമ്പു കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ അളവ് ഒത്തിരി കൂടുതൽ എടുക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ എല്ലാം അളവ് കൂട്ടേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. ഈ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാവണം. വെള്ളം ഒന്ന് വറന്ന് വരാൻ പാകത്തിനുള്ള, പൊടിക്കാൻ പാകത്തിനുള്ള ഒരു ലൈറ്റ് തീയിൽ മാത്രമായിട്ടിത് ചൂടാക്കി എടുക്കുന്നത് കേട്ടോ. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്, അപ്പോൾ നമ്മൾ ജീരകം കരിഞ്ഞു പോകും. ഏകദേശം ഇതെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2 തണ്ട് കറിവേപ്പിലയാണ്. കറിവേപ്പില നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഏറ്റവും നല്ലതാണ് എപ്പോഴും. ഞാനിപ്പോൾ ഇവിടെ 2 തണ്ട് പറിച്ചുകൊണ്ട് വന്നത് പെട്ടെന്ന് അങ്ങ് ഇട്ടുന്നുള്ളൂ. എന്നിട്ടെല്ലാം കൂടി ഒന്ന് ചെറു തീയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കറിവേപ്പിലയൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്ന രീതിയിലേക്ക് അതൊന്ന് ഉണങ്ങി വരും. കറിവേപ്പില വെള്ളമൊന്നും ഇല്ലാതെ നല്ലപോലെ ഉണക്കി വെച്ചതാണ്. ഉണക്കിയെന്ന് പറഞ്ഞാൽ ഉണങ്ങിയതല്ല, പക്ഷേ പച്ച തന്നെ വെള്ളമൊക്കെ കളഞ്ഞ് തൂത്ത് തുടച്ച് വെച്ചിട്ട് വേണം നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. വെള്ളം ഒരിക്കലും അതിൽ വരരുത്, കാരണം നമ്മളിത് പൊടിച്ച് എടുത്തു വെക്കാനുള്ളതല്ലേ. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഇല്ലാതിരിക്കാൻ തക്കവണ്ണം കറിവേപ്പില എടുക്കണേ. ഇനി എല്ലാം കൂടി നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം പെട്ടെന്ന് ചൂടാവും കേട്ടോ. ഒത്തിരി സമയമൊന്നും വേണ്ട. ചെറുതീയിലാണെങ്കിലും പെട്ടെന്ന് അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് തണുക്കണം. തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല ഫൈൻ പൊടിയായിട്ട് നമുക്ക് പൊടിച്ച് കിട്ടും. പൊടിച്ചെടുക്കാം. ഇതേണ്ടോ, ഇതൊരു നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഉണങ്ങിയ ഒരു ഗ്ലാസ് ജാറിലേക്ക് നമുക്ക് ആക്കി കൊടുക്കാം. ഗ്ലാസ് ജാറിൽ ഇടുവാണ് കേട്ടോ ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ നല്ലത്. കഴുകി ഉണങ്ങിയതായിരിക്കണം, ഒട്ടും വെള്ളം ഉണ്ടാവരുത്. ഇനി ഇത് നമുക്ക് എന്ത് കറി വെക്കണമെങ്കിലും, പച്ചക്കറി ആണെങ്കിലും മുട്ട ഇറച്ചി എന്ത് വെക്കണമെങ്കിലും നമുക്കിതിലേക്ക് ഈ പൊടി കൂടി കുറച്ച് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് നല്ല കൊഴുപ്പുമായിരിക്കും. ഞാനിപ്പോൾ ഇത് എല്ലും കപ്പയും വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഇറച്ചിയാണ് കേട്ടോ. അതിലേക്കും ഇത് ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, അതിലുപരി നല്ല കൊഴുപ്പും കിട്ടും നമ്മൾ കാഷ്നട്ടൊക്കെ ചേർത്തേക്കണമുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ വറക്കാൻ വെച്ചിരിക്കുന്നതിനകത്തേക്കും കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ വറുത്തെടുത്ത് കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിച്ച് വെച്ചാൽ ഏറ്റവും എളുപ്പവുമാണ്. എല്ലാം ഇപ്പോഴും അതെടുത്ത് ചേർത്താൽ മതിയാകും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.